ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ മാതൃക ഇന്നത്തെ സമകാലിക ലോകത്തിന് ഒരാഴത്തിലുള്ള ആത്മീയ മാർഗദർശനമാണ്. വിവരസാങ്കേതിക വിദ്യയും സോഷ്യൽ മീഡിയയും മനുഷ്യൻ്റെ ജീവിതം നിയന്ത്രിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. വാക്കുകളുടെ അഴകും പ്രദർശനവും പ്രാധാന്യമുള്ള ലോകത്തിൽ യേശു വ്യർത്ഥവാക്കുകൾ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ സത്യസന്ധതയെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുന്നത് ഒരു കാഴ്ചവയ്പല്ല, അത് ഹൃദയത്തിൻ്റെ നിസ്സാരവും നിഷ്കളങ്കവുമായ സമർപ്പണമാണ്. മനുഷ്യർ കാണാനല്ല, ദൈവം കേൾക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന വിളി നമ്മെ ഒരു ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം ഒരു ഭയപ്പെടുത്തുന്ന ശക്തിയല്ല, സ്നേഹമുള്ള പിതാവാണ്. ഇന്ന് പലർക്കും മാനസിക സമ്മർദ്ദം, ഏകാന്തത, കുടുംബ ഭിന്നത എന്നിവ അനുഭവപ്പെടുന്നു. സുരക്ഷിതത്വം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ദൈവത്തെ പിതാവായി അനുഭവിക്കുന്നത് ആത്മവിശ്വാസവും സമാധാനവും നൽകുന്നു. ദൈവരാജ്യം വരണമെന്ന അപേക്ഷ ലോകത്തിലെ അനീതിക്കും അഴിമതിക്കുമിടയിൽ നീതിയും സത്യവും സ്ഥാപിക്കണമെന്നുള്ള ആഗ്രഹമാണ്. അത് നമ്മുടെ വ്യക്തിജീവിതത്തിൽ ദൈവത്തിൻ്റെ ആധിപത്യം അംഗീകരിക്കാനുള്ള വിളിയുമാണ്. ഞങ്ങളുടെ അപ്പം ഇന്നേക്കും തരണമേ എന്ന പ്രാർത്ഥന ഉപഭോഗവാദവും അമിത മത്സരവും നിറഞ്ഞ ലോകത്തിൽ സംതൃപ്തിയുടെ പാഠം പഠിപ്പിക്കുന്നു. നാം പലപ്പോഴും നാളെക്കുറിച്ചുള്ള ആശങ്കയിൽ ജീവിക്കുന്നു. എന്നാൽ യേശു ദിനംപ്രതി ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്നു. വിശ്വാസമെന്നത് ഭാവിയെക്കുറിച്ചുള്ള ഭയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ധൈര്യമാണ്. ഞങ്ങൾ കുറ്റം ചെയ്തവരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കുറ്റങ്ങളും ക്ഷമിക്കണമേ എന്ന വാക്കുകൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വെല്ലുവിളിയുള്ളതാണ്. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളും വൈരാഗ്യവും രാഷ്ട്രീയ വിഭജനങ്ങളും മനുഷ്യബന്ധങ്ങളെ തകർക്കുന്നു. എന്നാൽ ക്ഷമയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഹൃദയം. ക്ഷമിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുന്നു. പ്രതികാരം നമ്മെ അടിമയാക്കുമ്പോൾ ക്ഷമ നമ്മെ സ്വതന്ത്രരാക്കുന്നു. അതിനാൽ ഇന്നത്തെ ഈ വചനഭാഗം പ്രാർത്ഥനയുടെ മാതൃക മാത്രമല്ല, ജീവിതത്തിൻ്റെ ദിശാസൂചകമാണ്. സത്യസന്ധതയുള്ള പ്രാർത്ഥന, പിതാവായ ദൈവത്തിൽ വിശ്വാസം, ദിനംപ്രതി ആശ്രയത്വം, പരസ്പര ക്ഷമ, ഇവയൊക്കെയാണ് സമകാലിക ലോകത്തിൽ ആത്മീയമായ സമാധാനത്തിലേക്കുള്ള വഴി. ഈ വചനങ്ങൾ നമ്മോടും ചോദിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന ഒരു പതിവാണോ അതോ ഒരു ജീവിക്കുന്ന ബന്ധമാണോ? ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.